കോൺഗ്രസിൽ ചാണ്ടി ഉമ്മന്റെയും PC വിഷ്ണുനാഥിന്റെയും നേതൃത്വത്തിൽ പഴയ എ ഗ്രൂപ്പ് പുനഃസംഘടിപ്പിക്കാൻ നീക്കം. KC ജോസഫ്, ബെന്നി ബെഹനാൻ, MM ഹസൻ അടക്കം മുതിർന്ന നേതാക്കളുടെ പൂർണ്ണ പിന്തുണ നീക്കത്തിനുണ്ട്. യുവ MLA-മാരും MP-മാരും ഗ്രൂപ്പിന്റെ ഭാഗമാകും. ഭരണം ലഭിച്ചാൽ മന്ത്രിസ്ഥാനമടക്കം ആവശ്യപ്പെടാനാണ് തീരുമാനം. ഷാഫി പറമ്പിൽ, രാഹുൽ മാങ്കൂട്ടത്തിൽ എന്നിവർക്കെതിരെ ശക്തമായ വികാരം ഗ്രൂപ്പിലുണ്ടെന്നാണ് വിവരം. കോൺഗ്രസിൽ എല്ലാ കാലത്തും ഗ്രൂപ്പുണ്ടെന്നും ഗ്രൂപ്പ് പാർട്ടിക്കതീതമാകില്ലെന്നും ചാണ്ടി ഉമ്മൻ ന്യൂസ് മലയാളത്തോട് പറഞ്ഞു. അല്ലെ, നമ്മളെ സംബന്ധിച്ച് പാർട്ടിയാണ് വലുത്. പാർട്ടിക്കപ്പുറം ഒന്നുമില്ല എന്നുള്ളതാണ് നമ്മുടെ തീരുമാനം. അപ്പം എല്ലാ നാളിലും എല്ലാ കാലത്തും ഗ്രൂപ്പുകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പം തീർച്ചയായിട്ടും സ്വാഭാവികമായിട്ടും ആ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ ചില ആദർശങ്ങളുടെയും ചില വിശ്വാസങ്ങളുടെ അടിസ്ഥാനത്തിൽ നിലനിൽക്കുന്നതാണ്. അതൊന്നും പാർട്ടിക്ക് അതീതമല്ല. പാർട്ടിക്ക് അതീതമായിട്ട് വരുമ്പോഴാണ് പ്രശ്നമുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും ഇതൊരു പൊസിഷന് വേണ്ടിയോ അല്ലെങ്കിൽ ഒരു സ്ഥാനത്തിന് വേണ്ടിയോ ഉള്ളൊരു ബാർഗൈനിങ് ഒന്നും നടത്തേണ്ട സാഹചര്യമില്ല. പാർട്ടിയെല്ലാം അതിൻ്റെ സമയത്തനുസരിച്ച് തീരുമാനിച്ചു. തിരുവനന്തപുരത്ത് നിന്ന് PR പ്രവീണയാണ് ഈ വലിയ വാർത്ത പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. PR പ്രവീണ, ഗുഡ് മോർണിംഗ്. ഇപ്പോൾ എ ഗ്രൂപ്പിന് ജീവൻ നൽകാൻ ആലോചന നടക്കുമ്പോൾ, ചർച്ചകൾ നടക്കുമ്പോൾ എങ്ങനെയാണ് നീക്കങ്ങൾ? സേതുലക്ഷ്മി, വെരി ഗുഡ് മോർണിംഗ്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഉമ്മൻചാണ്ടിയുടെ മരണശേഷം എ ഗ്രൂപ്പ് ഏതാണ്ട് നിർജീവമായിരുന്നു. ഒരുപക്ഷെ പല കഷ്ണങ്ങളായി എന്ന് തന്നെ പറയാം. VD സതീശനൊപ്പവും KC വേണുഗോപാലിനൊപ്പവും ഒക്കെ പല നേതാക്കളും മാറി മാറി പോവുകയും ചെയ്തിരുന്നു. ആ സാഹചര്യത്തിലാണ് ഉമ്മൻചാണ്ടിയുടെ മകൻ കൂടിയായ ചാണ്ടി ഉമ്മൻ എ ഗ്രൂപ്പിനെ സജീവമാക്കാൻ രംഗത്തിറങ്ങിയത്. അന്ന് പക്ഷേ വലിയ പിന്തുണയൊന്നും ലഭിച്ചിരുന്നില്ല. പക്ഷേ ചാണ്ടി ഉമ്മൻ്റെ ഒരു നിലപാട് തന്നെ മാറുകയും ഒരു അപ്പിയറൻസ് തന്നെ മാറുകയും ഒക്കെ ചെയ്ത സാഹചര്യത്തിൽ ചാണ്ടി ഉമ്മൻ പല കാര്യങ്ങളിലും ഇടപെടുന്ന രീതി അടക്കം മാറി. അതുകൊണ്ട് തന്നെ ചാണ്ടി ഉമ്മൻ്റെ നേതൃത്വത്തിൽ ആ എ ഗ്രൂപ്പ് പുനഃസംഘടിപ്പിക്കാനാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. PC വിഷ്ണുനാഥും അടക്കമുള്ളവർക്ക് ചേർന്നാണ് ഇതിന് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. KC ജോസഫ്, അതുപോലെ തന്നെ ബെന്നി ബെഹനാൻ, MM ഹസൻ തുടങ്ങിയ എല്ലാ മുതിർന്ന നേതാക്കളുടെയും പൂർണ്ണ പിന്തുണ, അതായത് പഴയ എ ഗ്രൂപ്പിലെ മുതിർന്ന നേതാക്കളുടെ എല്ലാവരുടെയും പൂർണ്ണ പിന്തുണയോടുകൂടിയാണ് നീക്കം. അതുപോലെ തന്നെ MP-മാർ പലരും, യുവ MP-മാർ പലരും, അതിപ്പോൾ ഡീൻ കുര്യാക്കോസ് അടക്കം പലരും ഇതിൻ്റെ ഭാഗമാകുന്നുണ്ട്. CR മഹേഷ് അടക്കം, റോജി M ജോൺ അടക്കം MLA-മാർ, യുവ MLA-മാരും ഇതിൻ്റെ ഭാഗമാകുന്നുണ്ട്. ഈ ഗ്രൂപ്പിൽ, അതായത് എ ഗ്രൂപ്പ് സജീവമാകുമ്പോൾ മുൻപ് ഉമ്മൻചാണ്ടിക്കൊപ്പം എന്തിനും ഏതിനും നിന്നിരുന്ന ഷാഫി പറമ്പിൽ MP-യും രാഹുൽ മാങ്കൂട്ടത്തിൽ MLA-യും ഈ ഗ്രൂപ്പിൽ ഉണ്ടാകില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം ഷാഫിക്കും രാഹുലിനുമെതിരെ കടുത്ത വികാരമാണ് ഈ ഗ്രൂപ്പിലുള്ളവർക്കും അതുപോലെ പ്രവർത്തകർക്കും ഉള്ളത്. റീൽസ് രാഷ്ട്രീയമാണ് ഇരുവരും ചെയ്യുന്നതെന്നും അവരവരുടെ കാര്യത്തിന് വേണ്ടി മാത്രം നിലനിൽക്കുകയാണെന്നുമാണ് ആവശ്യം. ഉമ്മൻചാണ്ടിയുടെ മരണശേഷം VD പക്ഷത്തേക്കും അതുപോലെ തന്നെ KC വേണുഗോപാൽ പക്ഷത്തേക്കും ഇരുവരും കാലു മാറിയതായും ഇവർ പറയുന്നുണ്ട്. മാത്രവുമല്ല പല കാര്യങ്ങളിലും ഇപ്പോൾ നിലമ്പൂർ ഇലക്ഷൻ്റെ സമയത്ത് രാഹുൽ ഉദ്യോഗസ്ഥരോട് പെരുമാറിയ രീതി അടക്കം, ആറ്റിറ്റ്യൂഡ് പ്രശ്നമടക്കം രാഹുലിനുണ്ട്. ഇതൊന്നും അംഗീകരിക്കാനാകുന്നതല്ല. ഇതെല്ലാം യുവ നേതാക്കളെ തന്നെ ബാധിക്കുന്ന കാര്യമാണ് എന്നതടക്കമുള്ള വികാരമുണ്ട്. എന്തായാലും എ ഗ്രൂപ്പ് പുനഃസംഘടിപ്പിക്കുന്നു. ഒപ്പം തന്നെ ഒരുപക്ഷെ ഭരണം കിട്ടിയാൽ, UDF-ന് ഭരണം കിട്ടിയാൽ എണ്ണം പറഞ്ഞ് മന്ത്രിമാരെ അടക്കം വാങ്ങിക്കാനുള്ള നീക്കം കൂടി സജീവമാവുകയാണ്. എന്തായാലും പഴയ എ ഗ്രൂപ്പ് ശക്തമാക്കി കൊണ്ടുപോകാനാണ് ഇപ്പോൾ തീരുമാനം. പ്രവീണ, ഇപ്പോൾ ഈ തദ്ദേശ തിരഞ്ഞെടുപ്പ് വരുന്നു, അതുപോലെ നിയമസഭാ തിരഞ്ഞെടുപ്പ് വരുന്നു. ഈ നിർണായകമായ ഘട്ടത്തിലൂടെ കേരളം കടന്നു പോകുമ്പോൾ എ ഗ്രൂപ്പിനെ പുനഃസംഘടിപ്പിക്കാനുള്ള, എ ഗ്രൂപ്പിന് ജീവൻ നൽകാനുള്ള ഒരു കൂട്ടം നേതാക്കളുടെ നീക്കം അത് പാർട്ടിയിൽ വലിയ ചലനങ്ങൾ ഉണ്ടാക്കില്ലേ, ഭിന്നിപ്പുണ്ടാക്കില്ലേ? അതിനെ എങ്ങനെ നേരിടാനാണ് കോൺഗ്രസിന്റെ തീരുമാനം, അങ്ങനെ ഒരെണ്ണം വരികയാണെങ്കിൽ? സേതുലക്ഷ്മി, ചാണ്ടി ഉമ്മൻ പറഞ്ഞത് നമ്മൾ കേട്ടു. എക്കാലത്തും കോൺഗ്രസിൽ ഗ്രൂപ്പുണ്ട്, ഗ്രൂപ്പിൻ്റെ പ്രളയമാണ്. അതിപ്പോൾ എയിൽ തുടങ്ങി Z വരെ എത്തുന്ന നിരവധി ഗ്രൂപ്പുകളുമുണ്ട്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും ഇലക്ഷൻ വരുമ്പോൾ ഗ്രൂപ്പ് അടിസ്ഥാനത്തിൽ തങ്ങളുടെ നോമിനികളെ സ്ഥാനാർത്ഥിയാക്കാനുള്ള നീക്കം നടത്തുകയും ചെയ്യാറുണ്ട്. തിരുവനന്തപുരം കോർപ്പറേഷൻ അടക്കം മുൻപ് നഷ്ടപ്പെടാനുള്ള സാഹചര്യവും ഈ ഗ്രൂപ്പ് കളിയായിരുന്നു. അതുകൊണ്ട് തന്നെ ഇത് എത്രത്തോളം ഈ ഇലക്ഷനിൽ പ്രതിഫലിക്കുമെന്നുള്ളത് അറിയണമെങ്കിൽ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥി നിർണയ ഘട്ടത്തിലേക്ക് കടക്കണം. പക്ഷേ ഇത്തവണ ജീവൻ മരണ പോരാട്ടമാണ് UDF-നെ സംബന്ധിച്ചിടത്തോളം. അത് തദ്ദേശ തെരഞ്ഞെടുപ്പിലാണെങ്കിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലാണെങ്കിലും ജീവൻ മരണ പോരാട്ടമാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മുന്നിലെത്താൻ കഴിഞ്ഞില്ലെങ്കിൽ അത് വലിയ പരാജയമായി വിലയിരുത്തണം. അതിനുശേഷം വരെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഭരണം കിട്ടിയില്ല എങ്കിൽ 3.0 ലോഡിംഗ് എന്ന CPM-ൻ്റെ ആശയം നടപ്പിലാവുകയാണെങ്കിൽ ഒരുപക്ഷെ പാർട്ടിയിൽ തന്നെയുള്ള ഘടകകക്ഷികൾ പലരും വിട്ടുപോകാനുമുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഗ്രൂപ്പ് കളിച്ച് കളയണോ അതോ ഗ്രൂപ്പിൻ്റെ ഭാഗമായി നിന്നുകൊണ്ടൊക്കെ തന്നെ എന്നാൽ നേതൃത്വത്തിൻ്റെ കാര്യങ്ങൾ കേൾക്കണോ എന്നുള്ളത് നേതാക്കൾ തീരുമാനിക്കേണ്ട കാര്യം കൂടിയാണ്. ചെയ്തു. ഓക്കെ പ്രവീണ, പ്രിയപ്പെട്ട പ്രേക്ഷകരെ,
ഈ മണിക്കൂറിൽ ന്യൂസ് മലയാളം പ്രേക്ഷകരിലേക്ക് എത്തിച്ച ഏറ്റവും വലിയ വാർത്തയാണ്. കോൺഗ്രസിൽ ചാണ്ടി ഉമ്മന്റെയും PC വിശ്വനാഥിന്റെയും നേതൃത്വത്തിൽ പഴയ A ഗ്രൂപ്പ് പുനഃസംഘടിപ്പിക്കാൻ നീക്കം നടക്കുന്നു എന്നുള്ളത്. PR പ്രവീണയാണ് ഈ വാർത്ത പ്രേക്ഷകരിലേക്ക് എത്തിച്ചത്.